So hey, ladies and gentlemen, ട്രെൻഡിങ് നമ്പർ 1 കോമഡി. നിങ്ങൾക്ക് ചിരിക്കുക, മണ്ണ് തപ്പി ചിരിക്കണമെങ്കിൽ ട്രെൻഡിങ് നമ്പർ 1 നിൽക്കുന്ന പടമാണ് ഗഗനാചാരി. ഈ ഒരു സിനിമയുടെ പേരിൻ്റെ അർത്ഥം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ തപ്പിയിട്ടില്ല. ഐ ഡോണ്ട് കെയർ ബിക്കോസ് ഓൾ ഐ കെയർ അബൌട്ട് വാസ് ദ മൂവി. തുടക്കം മുതൽ അവസാനം വരെ ചിരിയുടെ ഒരു ആരവം തന്നെയായിരുന്നു തിയേറ്ററിൽ. ഒരു രക്ഷയില്ല. ഗോകുൽ സുരേഷ് കയറി അങ്ങ് സ്കോർ ചെയ്തിട്ടുണ്ട് പടത്തിൽ. അജു വർഗീസ് ഉണ്ടെങ്കിൽ കൂടി ഏറെക്കുറെ സ്കോർ ചെയ്തിരിക്കുന്നത് ഗോകുൽ സുരേഷും പിന്നെ ഗണേശാണ്. ഗണേഷ് എൻ്റെ പൊന്നു, തുടക്കത്തിലൊരു ഇൻട്രഡക്ഷൻ സീനുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതും. പിന്നെ ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രാഘവ എന്നൊക്കെ പറയുന്നൊരു കക്ഷിയുണ്ട്. ഒരു ചാറ്റ് ബോക്സ്, ഒരു ബോക്സ് പോലെ, ഒരു ഗ്രാമഫോൺ പോലെ ചെറിയൊരു സാധനം, അതിറക്കുന്ന അവസാനത്തുള്ള കോമഡികൾ എൻ്റെ മാതാവേ. ഊഫ്. തിയേറ്ററിൽ തുടക്കം മുതൽ, സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ചിരിയുടെ ഒരു ക്ലീഷ്. സെക്കൻഡ് പാർട്ടും തേങ്ങാമാങ്ങൊന്നുമില്ല. കണ്ട് ചിരിച്ച് രസിച്ച് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ. ബട്ട് ബി വെയർ, എല്ലാവർക്കും ഇത് ഇങ്ങോട്ട് എന്താ പറയുക, ദഹിച്ചോണം എന്നില്ല. കാരണം ഇതൊരു സൈഫൈ മൂവിയാണ്. സോ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായിക്കോണമെന്നില്ല. പ്രായമുള്ളവർ അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മേൻ്റെയൊക്കെ കൊണ്ട് ഈ സിനിമ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം, എന്തുകൂടെ തേങ്ങാ പിണ്ണാക്കിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കത്തുള്ളൂ. ബട്ട് നമ്മളെപ്പോലുള്ളവർ, എന്നെപ്പോലുള്ളവർ, എൻ്റെ ജനറേഷനുള്ളവരൊക്കെ എനിക്ക് തോന്നുന്നല്ല, ഇഷ്ടപ്പെടും. കാരണം ഞാൻ പറഞ്ഞു, ട്രെൻഡിങ് നമ്പർ 1 നിൽക്കുന്ന ഒരു പടം തന്നെ ഗഗനാചാരി. എന്ത് എടുത്ത് പറയേണ്ടത്, ഗോകുൽ സുരേഷിൻ്റെ ആ ക്യാരക്ടർ, അമ്മല്ല അവൻ അങ്ങനെ പറയുമ്പോൾ കക്ഷി ഒപ്പിക്കുന്ന ഒരു കോമഡികളും ആ സ്ക്രിപ്റ്റിങ്ങിലുള്ള തമാശകൾ, പിന്നെ ഗണേശൻ്റെ തമാശകൾ, ഒരു രക്ഷയില്ല. എടുത്ത് പറയേണ്ട ഒരു കാര്യം, സൈഫൈ മൂവിയാണ്. സോ സിനിമ സംസാരിക്കുന്ന ഒരു അപ്പോക്കലിപ്റ്റിക്, എന്താ പറയുക, ഏലിയൻസൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അതിന് ശേഷം നടക്കുന്ന ചില കാര്യങ്ങളുടെ ഇടയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ. സോ പടം അത്ര വലിയ സീരിയസ് നോട്ടിലൊന്നും എടുക്കേണ്ട പടമൊന്നുമല്ല. കാരണം അവിടെ ഹോളിവുഡിൽ കാണുന്ന പോലെ തോക്കും കണ്ണും അവരെ ഇവരെ കൊല്ല ആ വക പരിപാടിയൊന്നുമില്ല. ഇതെന്താ പറയുക, ഒരു കോമഡി ക്ലൈനിൽ നല്ല രീതിയിൽ ഈ ഒരു സിനിമയുടെ കഥയെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ എഫക്ട്സ് അങ്ങനെ വാക്കങ്ങൾ പറയും. പിന്നെ ആ ഡയറക്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന AI ഹെൽപ്പ്. കാരണം ഇതിൽ ഒട്ടുമിക്ക സീൻസൊക്കെ AI ഹെൽപ്പോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നോട്ട് VFX. ചില ഭാഗത്ത് VFX ഉണ്ട്, ബട്ട് അത്യാവശ്യം നമ്മുടെ AI, നമ്മുടെ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ മറ്റേലൊക്കെ കാണുമല്ലോ ഒരു പരസ്യങ്ങളൊക്കെ, AI ഉപയോഗിച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടാക്കലും മറ്റേ മറിച്ച് അത് ആ സംഭവം തന്നെ ഇതിലും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. സോ ഐ വാസ് റിയലി സർപ്രൈസ്ഡ് എങ്ങനെയാണ് സിനിമയ്ക്ക് ഒരു അഡാപ്റ്റേഷൻ വരാമെന്നുള്ളത് എടുത്ത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഡയറക്ടർ. ആൻഡ് ഈ ഒരു ബഡ്ജറ്റിലാണ് ഈ സാധനം ഒളിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ആൾക്ക് ഇതിനേക്കാളും കൂടുതൽ കുറച്ച് പണം പമ്പ് ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെയാണ് ഒപ്പിച്ച് കൂട്ടിയിരിക്കുന്നതെന്നുള്ളൊരു ഊഹം പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ചെറിയൊരു ബഡ്ജറ്റിൽ ഇത്രയൊക്കെ ഒപ്പിച്ച് കൂട്ടാൻ കഴിവുള്ള ഈ വ്യക്തിക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കൊടുത്തായിരിക്കും എന്തായിരിക്കും അവസ്ഥ. സോ കൂടുതൽ വാചാലനാകുന്നില്ല. പടം നിങ്ങൾ തന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പടത്തേക്കാളും കൂടുതൽ രസം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഓഡിയൻസ്, അവർ നമ്മുടെ കൂടെ ഇങ്ങനെ ആസ്വദിച്ച് ചിരിക്കുന്നത് കാണുമ്പോഴാണ്, കേൾക്കുമ്പോഴാണ്. സോ ആ ഒരു സുഖം എനിക്ക് കിട്ടി ഈ ഒരു സിനിമ കാണുമ്പോൾ. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം, ഹാറ്റ്സ് ഓഫ് വെരി മച്ച് ടു ദ ഡയറക്ടർ. ഇങ്ങനത്തെ ഒരു വിഷൻ ആളെങ്ങനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നെന്നുള്ളത് കാണിച്ച ഒരു ഗഡ്സ് ഉണ്ടല്ലോ, ഇറ്റ് നീഡ്സ് വെരി സ്പെഷ്യൽ അപ്രീസിയേഷൻ. എന്തായാലും ഇങ്ങനത്തെ സിനിമകൾ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ അടുത്ത് പറയേണ്ടത് ഗോകുൽ സുരേഷിൻ്റെ അഭിനയ മികവിൽ കാണിച്ചിരിക്കുന്ന കോമഡി, അതിന് അവസാനത്തുള്ള ഒരു റെഫറൻസൊക്കെ ഉണ്ട് പഴയ മൂവിയൊക്കെ ആയിട്ടുള്ളത്. ആൻഡ് ഇതിൽ അനാർക്കലി മറക്കാറ് ഒരു ഏലിയനായിട്ടാണ് വരുന്നത്. ആൻഡ് സ്പോയിലേഴ്സ് ഒന്നുമല്ല, നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ. കാരണം ട്രെയിലർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ട്രെയിലർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടും കോമഡി ഏത് ലെവലിലാണ് പോകുന്നത് എന്നുള്ളത്. സോ ഗൈസ്, ഗഗനാചാരി വിട്ട് കളയാൻ പാടില്ല. ചെന്ന് കാണാൻ വീക്കെൻഡിൽ കൂട്ടുകാരോ ഫാമിലിയോ ആർക്കാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു ഗൈസ്. സോ ഐ വിൽ ബി നെക്സ്റ്റ്. കുറേ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ടല്ലോ. ഐ വിൽ ബി കമ്മിങ് വിത്ത് ദി നെക്സ്റ്റ് മൂവി റിവ്യൂ. അതാണ് ഉദ്ദേശിച്ചത്. ഇവിടേക്ക് തെറ്റി പറ്റുന്നുണ്ട്. സോ ഗൈസ്, സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് മൂവി റിവ്യൂ. അൻറ്റിൽ ദെൻ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.